ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന 5 കിലോവാട്ട് ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ് കാണുന്നത്. ഇതിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റോട്ടറി ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇത് ശരിക്കും DC സപ്ലൈ, അതായത് സോളാർ പാനലിൽ നിന്നുള്ള PV സ്വിച്ച് ആണ്, ഫോട്ടോ വോൾട്ടാക് സ്വിച്ച് ആണ്. നമുക്ക് DC സപ്ലൈ ഓഫ് ചെയ്യാനുള്ള സംവിധാനം. അതുപോലെ സാധാരണ ഇൻവെർട്ടറുകളുള്ള പോലെ തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്കറിയാം ഹൈബ്രിഡ് ഇൻവെർട്ടർ ആയതുകൊണ്ട് നമുക്കിവിടെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാം, സോളാർ പാനലിൽ എത്ര വാട്ട്സ് വരുന്നുണ്ടെന്നറിയാം. അതുപോലെ നിലവിൽ ഇവിടെ ഗ്രിഡ് കണക്ഷൻ ചെയ്തിട്ടില്ല. 5 കിലോവാട്ട് ആണ് ഈ ഇൻവെർട്ടറിന്റെ കപ്പാസിറ്റി. 6500 വാട്ട്സ് വരെ സോളാർ പാനൽസ് കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഈ ഇൻവെർട്ടറിലുണ്ട്. 2 സ്ട്രിങ്ങിലാണ് നമുക്ക് DC സപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നത്. 2 സ്ട്രിങ് സോളാർ പാനൽസ് കണക്ട് ചെയ്യാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 5 പാനൽസ് 2 സെറ്റായിട്ട് വന്ന് 2 സ്ട്രിങ് ആയിട്ട് നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. 25 സ്ക്വയർ എംഎമ്മിന്റെ കേബിളാണ് ബാറ്ററി കണക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ഡോംഗ്ലർ ഉണ്ട്. അതുപോലെ തന്നെ RJ45 കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ കേബിള് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. AC സപ്ലൈ 6 സ്ക്വയർ എംഎമ്മിന്റെ കേബിൾ ഉപയോഗിച്ചിട്ട്. നിലവിൽ ഇവിടെ KCB സപ്ലൈ കൊടുത്തിട്ടില്ല. ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. 48 വോൾട്ട് DC ആണ്. 60 വോൾട്ട് വരെ ഇതിൽ DC സപ്ലൈ ബാറ്ററി വോൾട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ് കറണ്ട് 120 ആംപിയർ വരെ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് 4 ബാറ്ററി പാക്ക് വരെയൊക്കെ പാരൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ AC ഔട്ട്പുട്ട് മാക്സിമം 5500 VA അല്ലെങ്കിൽ 5500 വാട്ട്സ് ആണ്. നമുക്ക് സർജ് ലോഡ് കപ്പാസിറ്റി ഇതിന് 10000 വാട്ട്സ് വരെ ഉണ്ട്. 10 സെക്കൻഡ് സമയത്തേക്ക് സർജ് ലോഡുകൾ ഇപ്പോൾ അബദ്ധവശാൽ പെട്ടെന്ന് സർജ് ലോഡ് വല്ലതും വന്നു കഴിഞ്ഞാൽ തന്നെ ഇൻവെർട്ടർ ഓഫ് ആയി പോകുമെന്ന് പേടിക്കണ്ട. 10 സെക്കൻഡ് സമയത്തേക്ക് സർജ് ലോഡ് പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് കണ്ടീഷൻ ഉണ്ട്, നമുക്ക് 5000 വാട്ട്സ് മുകളിൽ പാനൽ കപ്പാസിറ്റി ആ സമയത്ത് ഉണ്ടാവണം. ബാറ്ററി ഓൾമോസ്റ്റ് ഫുള്ള് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഉള്ള ഒരു കണ്ടീഷൻ അവിടെ സംഭവിക്കുള്ളൂ. സോളാർ പാനൽ നമുക്ക് 6500 വാട്ട്സ് വരെ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 17 ആംപിയർ DC സപ്ലൈ കൊടുക്കാം സോളാർ പാനൽ എന്നുള്ളത്. സാധാരണ ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ പോലെ തന്നെയാണ് ഔട്ട്ലുക്കിൽ വരുന്നത്. അല്പം കൂടെ വലിപ്പം കൂടുതലുണ്ട്, കുറച്ചുകൂടെ തിക്കാണ്, ഹീറ്റ് സിങ്ക് കുറച്ചുകൂടെ ഹെവിയാണ് എന്ന് മാത്രം. ഇതിൻ്റെ ഡിസ്പ്ലേ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സോളാർ പാനൽ, അതുപോലെ തന്നെ ബാറ്ററി ഡീറ്റെയിൽസ്, നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്, ഗ്രിഡ് കണക്ഷൻ, ഇതേപ്പറ്റി എല്ലാം കാണാം. നിലവിൽ ഗ്രിഡ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടില്ല. ഇൻവെർട്ടറിന് താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ പോർട്ടുകൾ കണക്ട് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്ലേറ്റ് അഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകൾ കാണാവുന്നതാണ്. അത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകളാണ്. ഇൻവെർട്ടർ ടു ഇൻവെർട്ടർ പാരൽ ചെയ്യാൻ, അല്ലെ സിങ്ക്രോണൈസ് ചെയ്ത് വർക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ജനറേറ്റർ സെറ്റുകൾ കണക്ട് ചെയ്യാനായിട്ട്, അതുപോലെ സ്മാർട്ട് മീറ്റർ കണക്ട് ചെയ്യാനൊക്കെയുള്ള സംവിധാനമുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ ബാറ്ററി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കേബിൾ മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. KCBയുടെ പുതിയ റൂളുകളൊക്കെ പാലിച്ചുകൊണ്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്രിഡ് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് 6500 വാട്ട്സ് വരെ സോളാർ പാനൽസ് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ 5 യൂണിറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററി പാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ 4 ബാറ്ററി പാക്കുകൾ വരെ ഉപയോഗിക്കാൻ സാധിക്കും. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് വീട്ടിൽ പവർ സപ്ലൈ എൻഷുർ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് സഹായകരമാണ്. ഈ ഇൻവെർട്ടറിനെ പറ്റിയും കൂടുതൽ ഹൈബ്രിഡ് സിസ്റ്റങ്ങളെ പറ്റിയും ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.